ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ പച്ചമാങ്ങ ജ്യൂസാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, മാത്രമല്ല പുളിയും കുറവായിരിക്കും. അതിനുവേണ്ടി നമുക്ക് 3 മാങ്ങയാണ് വേണ്ടത്. ഈ 3 മാങ്ങ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ച് എടുക്കണം. ഞാനൊരു പ്രഷർ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ സാധാരണ ചരുവത്തിൽ ഇട്ട് വേവിച്ചാലും മതിയാകും. നല്ല വേവുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു വിസിൽ കേൾപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് ആറുമ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് പിടിക്കാൻ പറ്റണം. ആറുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് കളയണം. തൊലി കളഞ്ഞിട്ട് ഇതിനകത്തുള്ള പൾപ്പാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന ഗുണം നന്നായിട്ട് നല്ല ടേസ്റ്റുമായിരിക്കും, അതുപോലെ ഇതിൻ്റെ പുളി കുറച്ച് കുറഞ്ഞ് കിട്ടും. പച്ചമാങ്ങ എടുക്കാം, അതുപോലെ കുറച്ച് വിളഞ്ഞ മാങ്ങയും ഇതിന് നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പൾപ്പ് മുഴുവനും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്താക്കി അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പൾപ്പ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അവരവരെ ഇഷ്ടം, ഞാൻ ഏകദേശ കണക്കാണ് ഈ 1 കപ്പ് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടുപ്പിൽ വെച്ച് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം നന്നായിട്ട് നമ്മുടെ പഞ്ചസാര മെൽറ്റായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് ഏതെങ്കിലും പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഐസ് ക്യൂബ്സ് ഇടാം, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില കൂടിപ്പോകരുത്. പിന്നെ നമുക്ക് നമ്മുടെ ഈ പൾപ്പ്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൾപ്പ് കുറച്ച് ഒഴിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുക. അപ്പോൾ തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് സ്മൂത്താക്കി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ പുളിയും കുറവായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഇനി പുതിനയില ഇഷ്ടമല്ലാത്തവർ അത് അവോയ്ഡ് ചെയ്തോളൂ. പുതിനയില ഇല്ലാതെ ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.